എല്ലാവർക്കും നമസ്കാരം. 10th ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്ഫോമറിനെ കുറിച്ച് പഠിച്ചായിരുന്നു. ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് അല്ലേ, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതാണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ രണ്ട് തരത്തിലുള്ള ട്രാൻസ്ഫോമർ ഉണ്ട്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. അതിൻ്റെ ഡിഫറൻസസും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുവായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് പരീക്ഷയ്ക്ക്. അപ്പോൾ നമ്മൾ കണ്ടായത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. സ്റ്റെപ്പ് അപ്പ് എന്തിനു വേണ്ടിയാണ്? ടു ഇൻക്രീസ് എ സി വോൾട്ടേജ്. നമ്മൾ കണ്ടായിരുന്നു സ്റ്റെപ്പ് അപ്പ് എന്തിനു വേണ്ടിയാണ്? എ സി വോൾട്ടേജ് അല്ലേ, എ സി വോൾട്ടേജ് കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് ഡൗൺ എന്താണ്? എ സി വോൾട്ടേജ് കുറയ്ക്കാൻ വേണ്ടിയാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രാൻസ്ഫോമേഴ്സ് എങ്ങനെയായിരിക്കും ഈ വോൾട്ടേജ് വ്യത്യാസപ്പെടുത്തുന്നത്? നമുക്ക് നോക്കാം. ഹൗ ഡസ് എ ട്രാൻസ്ഫോമർ ചേഞ്ച് വോൾട്ടേജ്? എങ്ങനെയായിരിക്കും? നമ്മൾ കണ്ടായിരുന്നു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയല്ലോ. അപ്പം ഒരു സ്റ്റെപ്പ് അപ്പിനാണെങ്കിലും സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിലും ഇതിന് നമ്പർ ഓഫ് ടേൺസ് ഉണ്ട് ഇല്ലേ? പ്രൈമറിയിലും സെക്കൻഡറിയിലും നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. അപ്പോൾ ഇതാ നോക്കുക, പ്രൈമറിയിലുള്ള നമ്പർ ഓഫ് ടേൺസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് NP എന്നാണ് കേട്ടോ. NP എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി. അതുപോലെ തന്നെ പ്രൈമറിയിലുള്ള വോൾട്ടേജിനെ ഇല്ല നമ്മൾ കൊടുക്കുന്നില്ല, ആ വോൾട്ടേജിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് VP എന്നാണ്. അതുപോലെ തന്നെ പ്രൈമറിയിലുള്ള കറണ്ടിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന IP എന്നാണ്. അപ്പോൾ കറണ്ട്, വോൾട്ടേജ്, നമ്പർ ഓഫ് ടേൺസ് ഒക്കെ ആണെങ്കിൽ പ്രൈമറിയിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? IP, VP, NP എന്നാണ്. അതുപോലെ തന്നെ സെക്കൻഡറിയിൽ വരുമ്പം കറണ്ട് എങ്ങനെയാണ്? IS എന്ന് പറയും. സെക്കൻഡറിയിലത്തെ വോൾട്ടേജിനെ നമ്മൾ VS എന്ന് റെപ്രസെന്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്പർ ഓഫ് ടേൺസിനെ സെക്കൻഡറിയിലെ NS എന്നുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് ഓർത്തോണം കേട്ടോ, ഈ കാര്യങ്ങൾ ഓർത്തോണം. നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ആണെന്നുണ്ടെങ്കിൽ NP ആണ്, കറണ്ട് ഇൻ പ്രൈമറി ആണെന്നുണ്ടെങ്കിൽ IP ആണ്, വോൾട്ടേജ് ഇൻ പ്രൈമറി ആണെങ്കിൽ VP ആണ്. നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി NS ആണ്, കറണ്ട് ഇൻ സെക്കൻഡറി എന്ന് പറയുമ്പം IS ആണ്, വോൾട്ടേജ് ഇൻ സെക്കൻഡറി എന്ന് പറയുമ്പോൾ VS ആണ്. ഓർത്തിരിക്കാമല്ലോ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചിടത്തോളം ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പവർ സെയിം ആയിരിക്കും. പവർ, അതായത് ഇൻപുട്ടിലെ പവറും ഔട്ട്പുട്ടിലെ പവറും സെയിം ആയിരിക്കുന്നതിനാണ് നമ്മൾ ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് ശരിക്കും ഉപയോഗിക്കുന്നത്. അതായത് എനർജി ലോസ് ഒന്നും ഇല്ലാത്ത ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ ഓർത്തോണം, എനർജി ലോസ് ഒന്നും ഇല്ലാത്ത, അതായത് എനർജിയുടെ ഒരു ലോസ് അവിടെ ഉണ്ടാകുന്നില്ല. പ്രൈമറിയിലത്തെ എനർജി തന്നെയായിരിക്കും സെക്കൻഡറിയിലത്തെ എനർജി, അതായത് പവർ ഒരുപോലെ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ളതിനാണ് നമ്മൾ ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കേസിൽ ഇൻഡ്യൂസ്ഡ് EMF പെർ ടേൺ ഈസ് ഈക്വൽ ഇൻ ബോത്ത് കോയിൽസ്. അതായത് ഏതെങ്കിലും സ്റ്റെപ്പ് അപ്പ് ആണെങ്കിലും സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിലും ഓരോ പ്രൈമറിയും സെക്കൻഡറി കോയിൽ ഉണ്ടല്ലോ, അതിൽ ഓരോ ടേൺ ഉണ്ടല്ലോ. ഇത് ഇവിടെ നോക്കി, ഇവിടെ എത്രയാണ്? നമ്പർ ഓഫ് ടേൺസ് 3 ആണ് അല്ലേ? ഇവിടെ എത്ര വരും? 1, 2, 3, 4, 5 എണ്ണം വരും. ഇപ്പം നമ്പർ ഓഫ് ടേൺസ് വ്യത്യാസപ്പെട്ടിരിക്കും. പക്ഷെ ഓരോ ടേൺ ഉണ്ടല്ലോ, ഈ ഓരോ ടേണിലും ഇൻഡ്യൂസ് ചെയ്യുന്ന EMF അവിടെ സെയിം ആയിരിക്കും. അതായത് ഇവിടുത്തെ ഒരു EMF തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാകുന്ന ഒരു ടേണിലെ EMF എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കേസിൽ, അതായത് എനർജി ലോസ് ഒന്നും ഇല്ലാത്ത ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കേസിൽ എന്താണ്? ഓരോ ടേണിലും ഇൻഡ്യൂസ് ചെയ്യുന്ന EMF അത് രണ്ട് കോയിലും സെയിം ആയിരിക്കും. ഓർത്തോളട്ടോ, മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് കേട്ടോ. ഞാൻ ഐഡിയൽ ട്രാൻസ്ഫോമർ, ദി ഇൻഡ്യൂസ്ഡ് EMF പെർ ടേൺ ഈസ് ഈക്വൽ ഇൻ ബോത്ത് കോയിൽസ്. ഇൻഡ്യൂസ്ഡ് EMFനെ നമ്മൾ വെച്ചിട്ടൊക്കെയാണ്, സ്മോൾ ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ ഇനി ഹയർ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ, എസ്പെഷ്യലി 12th വരുമ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക കേട്ടോ, ഇൻഡ്യൂസ്ഡ് EMFനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ വെച്ചിട്ടാണ്. അപ്പം ഈ ഇൻഡ്യൂസ്ഡ് EMF എങ്ങനെയായിരിക്കും? ഓരോ ടേണിലെയും ഇൻഡ്യൂസ്ഡ് EMF സെയിം ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ അങ്ങനെയാവുകയാണ് ഇൻഡ്യൂസ്ഡ് EMFനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഇപ്പോൾ പ്രൈമറിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ VP/NP എന്ന് എഴുതാം. ക്ലിയർ? ഇതാണ് ഇൻഡ്യൂസ്ഡ് EMFിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് വരുന്നതൊക്കെ നമുക്ക് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ട്, അത് ഹയർ ക്ലാസ്സുകളിൽ വരുമ്പോഴാണ് പഠിക്കുന്നത്. ഇപ്പം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, ഓരോ ടേണിലെയും ഇൻഡ്യൂസ്ഡ് EMF ഈക്വൽ ആയിരിക്കും. അതായത് അവിടുത്തെ വോൾട്ടേജ് ഉണ്ടല്ലോ, അവിടുത്തെ വോൾട്ടേജ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേൺസ് ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാലോ ആ ഒരു ടേണിലുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF കിട്ടുമല്ലോ. അങ്ങനെയല്ലേ കണ്ടുപിടിക്കുന്നത്. ഇവിടുത്തെ എത്രയാണോ വോൾട്ടേജ് കൊടുക്കുന്നത് അതേ ഡിവൈഡ് ബൈ അവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് ഡിവൈഡ് ചെയ്താൽ ആ ഒരു കോയിലുണ്ടാകുന്ന നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കട്ടെ, E ഈസ് ഈക്വൽ ടു VP/NP ആണ്. അതുപോലെ തന്നെ സെക്കൻഡറിയിലേക്ക് വരുമ്പോൾ ഇതുപോലെ തന്നെ E ഈസ് ഈക്വൽ ടു എങ്ങനെ വരിക? VS/NS. അങ്ങനെ ഉണ്ടായാൽ നമുക്ക് സെക്കൻഡറിയിലത്തെയും കണ്ടുപിടിക്കാൻ സാധിക്കും. അതിൽ നമുക്ക് പ്രൈമറി വോൾട്ടേജോ അല്ലെങ്കിൽ സെക്കൻഡറി വോൾട്ടേജോ ഒക്കെ ഈ ഇക്വേഷൻ ഉപയോഗിച്ചും കണ്ടുപിടിക്കാൻ സാധിക്കും. മനസ്സിലായല്ലോ? അപ്പം ഇത് ഓർത്തിരിക്കുക കേട്ടോ. ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കേസിൽ ഒരു ടേണിലെ ഇൻഡ്യൂസ്ഡ് EMF രണ്ട് കോയിലും
കേട്ടോ. പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കുക. അപ്പം ആ ഒരു ഐഡിയ ഇതൊരു ഇക്വേഷൻ ആയിട്ട് വരുന്നുണ്ടോ. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, ഈ ടേബിൾ നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇവിടെ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ ഇൻ ദ പ്രൈമറിയിലെ അല്ലേ, പ്രൈമറി കോയിലെ നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്. വോൾട്ടേജ്, അവിടുത്തെ വോൾട്ടേജും തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു കോയിൽ ഇല്ല, അല്ലെങ്കിൽ ഒരു ടേണിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. നമ്മൾ മുമ്പേ കണ്ടില്ലായിരുന്നു, E ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് VP ഡിവൈഡ് ബൈ NP വെച്ച് കണ്ടുപിടിക്കാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. നമ്പർ ഓഫ് ടേൺസ് 100 ആണ് തന്നിട്ടുണ്ട്, പ്രൈമറിത്തെ വോൾട്ടേജ് 100 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ VP എന്ന് പറയുന്നത് 100 ഡിവൈഡ് ബൈ NP എന്ന് പറയുമ്പോൾ 100 ആണ്, 1 കിട്ടി. ക്ലിയർ ആയല്ലോ. ഇനി നമ്പർ ഓഫ് ടേൺസ്, സെക്കൻഡറിയിലത്തെ നമ്പർ ഓഫ് ടേൺസ് ഇവിടെ തന്നിട്ടുണ്ട്, 100 ആണെന്ന് പറയാം. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഈ 1 വോൾട്ട് തന്നെ ആയിരിക്കുമല്ലോ സെക്കൻഡറിയിലത്തെ ഒരു ടേണിൻ്റെ എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണ്. അപ്പോൾ സെക്കൻഡറിയുടെ കേസിൽ വരുമ്പോൾ നമ്മൾ പറഞ്ഞാൽ സെക്കൻഡറി ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ E ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് VS ബൈ NS എന്ന് എഴുതാം. അപ്പം ഈ സെക്കൻഡറിയുടെ കേസിൽ വരുമ്പോൾ ഈ ഇൻഡ്യൂസ്ഡ് EMF അവിടെ എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. ക്ലിയർ ആയല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന വോൾട്ടേജ്, അതായത് VS എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? NS ഇൻറ്റു E എന്നറിയാമല്ലോ, ഇൻഡ്യൂസ്ഡ് EMF. അത് ഒരു ടേണിലെ ഇൻഡ്യൂസ്ഡ് E എന്ന് വെച്ചാൽ ഒരു ടേൺ ഉണ്ടാകുന്നതാണ്, അത് നമുക്കറിയാം 1 ആണെന്ന് പറയാം. അപ്പോൾ 100 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 100 വോൾട്ട് എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഇനി അടുത്തൊരു കേസ് നോക്കുക കേട്ടോ. 100 ആണ് നമ്പർ ഓഫ് ടേൺസ് പ്രൈമറിയിലത്തെ, അവിടുത്തെ വോൾട്ടേജും 100 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ ഒരു ടേണിൽ ഇല്ല, അത് 1 വോൾട്ടാണെന്നറിയാം. ദെൻ സെക്കൻഡറിയിൽ 200 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് 200 ഇൻറ്റു ഇത് തന്നെയായിരിക്കും, അത് ഈ EMF തന്നെയായിരിക്കും സെക്കൻഡറിയിലെ ഇൻഡ്യൂസ്ഡ് EMF എന്നും പറഞ്ഞിരിക്കുന്നത്. അപ്പം ദാറ്റ് ഈസ് 1 ഇൻറ്റു 1 എന്ന് എഴുതാം, 200 എന്ന് കിട്ടി. ഇനി അടുത്തത് പ്രൈമറിയിലത്തെ എങ്ങനെ വന്നു? NB എന്ന് പറഞ്ഞാൽ 200 ആണ്, അവിടുത്തെ തന്നെ വോൾട്ടേജ് എന്ന് വെച്ചാൽ 100 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? VP എന്ന് വെച്ചാൽ 100 ആണ് അല്ലെ, 100 ഡിവൈഡഡ് ബൈ 200 ഇല്ല. അപ്പോൾ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 വോൾട്ട് എന്ന് വരും ഇല്ലേ. 0.5 വോൾട്ട് എന്ന് പറഞ്ഞു. സെക്കൻഡറിയിൽ എത്രയാണ്? 400 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ദാറ്റ് 400 ഇൻറ്റു എത്രയാണ്? 0.5. മനസ്സിലായല്ലോ. അപ്പോൾ എത്ര വരും? 200 വോൾട്ട് എന്ന് വരും ഇല്ലേ, 200 വോൾട്ട്. ഇതാന്ന് നോക്കിയാൽ അടുത്ത കേസിൽ ഇതാ NP 200 ആണ്, VP എന്ന് വെച്ചാൽ 400 ആണ് ഇല്ല. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 400 ഡിവൈഡ് ബൈ 200 അല്ലേ. എത്ര വരും? 2 വോൾട്ട് എന്ന് വരും ഇൻഡ്യൂസ്ഡ് EMF. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? 100 ഇൻറ്റു 2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 200 വോൾട്ട്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ ഇൻഡ്യൂസ്ഡ് EMF ആണ് തന്നിരിക്കുന്നത്, വോൾട്ടേജ് VP ഇല്ലേ. VP ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് VP എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ ഇക്വേഷൻ നമുക്ക് എഴുതാമല്ലോ. VP എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, VP ഈസ് ഈക്വൽ ടു E ഇൻറ്റു NB വെച്ച് ചെയ്യാമല്ലോ. ഇൻഡ്യൂസ്ഡ് EMF ഇവിടെ 2 തന്നിട്ടുണ്ട് ഇല്ലേ, അതായത് 2 ഇൻറ്റു NB എന്ന് വെച്ചാൽ 200 ആണ്. അപ്പോൾ ഇവിടെ എത്ര വരും? 400 എന്ന് വരും അല്ലേ, 400 വോൾട്ട് എന്ന് വന്നു. ക്ലിയർ ആയല്ലോ. ഇനി ഇവിടെ ഫൈനൽ റിസൾട്ട് തന്നിട്ടുണ്ട്, 400 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതായത് ഇവിടുത്തെ VS തന്നിട്ടുണ്ട് ഇല്ലേ, VS തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ്? NS ആണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പം NS കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയാണ്? VS ബൈ E ചെയ്താൽ മതിയല്ലോ. VS എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എത്രയാണ്? 400 എന്ന് തന്നിട്ടുണ്ട്. ഇൻഡ്യൂസ്ഡ് EMF 2 ആണ്. അപ്പോൾ എത്ര വന്നു? 200 വോൾട്ട് എന്ന് വന്നു. മനസ്സിലായല്ലോ. അപ്പോൾ അതാ നോക്കി ഇൻഡ്യൂസ്ഡ് EMF, അതിലെ മെയിൻ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പ്രൈമറിയിലത്തെയും സെക്കൻഡറിയിലെയും ഓരോ ടേണിൻ്റെയും ഇൻഡ്യൂസ്ഡ് EMF അവിടെ എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. ആ ഒരു ബേസ് വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇനി ഇത് വെച്ച് നമ്മൾ ഈ പട്ടിക ഒന്ന് അനലൈസ് ചെയ്യുവാണ്. അപ്പോൾ ഈ പട്ടിക നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഓരോ സിറ്റുവേഷൻസിലും നമ്പർ ഓഫ് ടേൺസ്, ഇതാ നോക്കുക, നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി, അതുപോലെ തന്നെ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി, അതിൻ്റെ റേഷ്യോ ഒന്ന് എടുത്ത് നോക്കി ഓരോ കേസിലെയും. മനസ്സിലാവുന്ന പറഞ്ഞു, ഓരോ സിറ്റുവേഷൻസിലും നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി നമ്മളൊന്ന് ചെയ്ത് നോക്കുക. അതായത് NS ബൈ NP നമ്മളൊന്ന് എടുത്ത് നോക്കുക ഓരോ സിറ്റുവേഷൻസിലും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാൽ ഓരോ സിറ്റുവേഷൻസിലും എങ്ങനെ വരുമെന്ന് നോക്കിയേ. ഇതാ ഫസ്റ്റ് കേസിൽ NS എത്രയാണ്? 100 വന്നു അല്ലേ. ഇതാ ഇവിടെ NP 100 ആണ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ എത്ര വന്നു? 1 വന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ. സെക്കൻഡ് കേസിൽ NS ഇതാ ഇവിടെ നോക്കിയാൽ 200 ആണ്, 200 ഇവിടെ എത്രയാണ്? 100 വന്നു. അപ്പോൾ എത്രയാണ് വരുന്നത്? 2 വന്നു. മനസ്സിലാവുന്നുണ്ടോ? മൂന്നാമത്തെ കേസിൽ NS എന്ന് വെച്ചാൽ 400 ആണ്, അതുപോലെ തന്നെ NP എന്ന് വെച്ചാൽ 200 ആണ്. അപ്പോൾ റേഷ്യോ എത്രയും 400 ഡിവൈഡ് ബൈ 200 എന്ന് പറയുമ്പോൾ 2 വരും. മനസ്സിലായല്ലോ. അടുത്ത കേസിൽ ഇതാ നോക്കിയാൽ 100 ഡിവൈഡ് ബൈ നോക്കിയാൽ 200 വരും. മനസ്സിലായല്ലോ. അപ്പോൾ എത്ര വരും? 100 ഡിവൈഡ് ബൈ 200 എന്ന് വരുമ്പോൾ 1/2, അതായത് 0.5 എന്ന് തോന്നുന്നു.
അടുത്ത കേസിൽ നോക്കി ഇവിടെ 200 ആണ് വന്നത്, ഇവിടെ 200 ആണ്, 1 എന്ന് വന്നു. അതായത് എൻ എസും എൻ പിയും നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി അതുപോലെ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി അതിൻ്റെ റേഷ്യോ എടുത്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടി. അതുപോലെ തന്നെ വോൾട്ടേജ് നമ്മൾ എടുക്കുക. വോൾട്ടേജ് ഇൻ സെക്കൻഡറി റേഷ്യോ ഓഫ് ദി വോൾട്ടേജ് ഇൻ സെക്കൻഡറി ടു ദ റേഷ്യോ ഓഫ് ദി വോൾട്ടേജ് ഇൻ പ്രൈമറി അതിൻ്റെ റേഷ്യോ കൂടെ എടുത്ത് നോക്കുക. സെക്കൻഡറിയിലത്തെ വോൾട്ടേജ് നമുക്ക് ഇവിടെ നോക്കി, ഇവിടെ കിട്ടി 100, പ്രൈമറിയിലത്തെ വോൾട്ടേജ് 100. അപ്പോൾ അതിൻ്റെ റേഷ്യോ എത്ര വരും? 100/100 എന്ന് പറയുമ്പോൾ 1 വന്നു. മനസ്സിലായല്ലോ? അടുത്ത കേസിൽ സെക്കൻഡറിയിലത്തെ വോൾട്ടേജ് 200 ആണ്, പ്രൈമറിയിലത്തെ വോൾട്ടേജ് 100 ആണ്. 200/100 എന്ന് പറയുമ്പോൾ എത്ര വരും? 2 വരും. മനസ്സിലായല്ലോ? അടുത്തത് നോക്കിയേ, സെക്കൻഡറിയിലത്തെ വോൾട്ടേജ് 200 ആണ്, പ്രൈമറിയിലത്തെ എത്രയാണ്? 100 ആണ്. അപ്പം 200/100 എത്ര വരും? 2 തന്നെ വന്നു. ഓക്കെ ആണല്ലോ? അടുത്ത കേസിൽ നോക്കിയേ, സെക്കൻഡറിയിലത്തെ വോൾട്ടേജ് 200 ആണ്, പ്രൈമറിയിലത്തെ വോൾട്ടേജ് 400 ആണ്. 200/400 വരും, അതായത് 1/2 എന്ന് വരും, 0.5 എന്നാണ് വരുന്നത്. അടുത്ത കേസിൽ നോക്കിയേ, 400 VS കേട്ടോ, VS/VP ആണ് ചെയ്യുന്നുണ്ടോ? 400 VS 400 ആണ്, VP എന്ന് പറഞ്ഞിരിക്കുന്നത് 400 ആണ്. അപ്പം എത്ര വന്നു? 1 വന്നു. അപ്പം വോൾട്ടേജ് ഇൻ സെക്കൻഡറിയും വോൾട്ടേജ് ഇൻ പ്രൈമറിയും കണ്ടു. അതുപോലെ തന്നെ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ആൻഡ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി അതിൻ്റെ റേഷ്യോയും കണ്ടു. ഈ രണ്ട് റേഷ്യോയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കിയേ. അതായത് NS/NB അതുപോലെ തന്നെ VS/VP രണ്ടും ഓരോ കേസിലും എങ്ങനെയാണ് വന്നത്? ഈ രണ്ടും ഒരുപോലെയല്ല. ആദ്യത്തെ 1 ഇവിടെ 1 അല്ലേ, പിന്നെ രണ്ടാമത്തെ 2 വന്നു, ഇവിടെ 2 വന്നു, പിന്നെ മൂന്നാമത്തെ 2.5 അല്ലെ, രണ്ടും ഒരുപോലെയല്ല. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറയാമല്ലോ. നമുക്ക് എന്ത് പറയാം? ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ടു പ്രൈമറി ദാറ്റ് ഈസ് ഈക്വൽ ടു വോൾട്ടേജ്, ദ റേഷ്യോ ഓഫ് ദി വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി ടു പ്രൈമറി നമുക്ക് പറയാം. അപ്പം അതാണ് ഈ ഒരു ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ ആണല്ലോ? അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ റേഷ്യോ കണ്ടതാണ് കേട്ടോ, ഓരോ കേസിൻ്റെയും നമ്മൾ റേഷ്യോ കണ്ടതാണ്. നിങ്ങൾ ഇത് നോക്കണ്ട, റേഷ്യോ കണ്ടതാണ് കേട്ടോ. ഓരോ കേസിലെയും റേഷ്യോ കണ്ടപ്പം അത് NS/NB ഞാനിപ്പോൾ കണ്ടത് തന്നെ, VS/VP. ഓരോ കേസിലും എങ്ങനെ വന്നു? ഒരുപോലെ വന്നില്ലേ? ഈക്വൽ ആയിട്ട് വന്നില്ല, ഓരോ കേസിലും തുല്യമായിട്ട് വന്നു. അപ്പോൾ നമ്മൾ തമ്മിലുള്ള റിലേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? NS/NBയും VS തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? ഈക്വലാന്ന് നമുക്ക് പറയാം, തുല്യമാണ്. അതായത് NS/NB ഈസ് ഈക്വൽ ടു VS/VP ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ പറഞ്ഞപ്പം? ദ റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ടു ദ പ്രൈമറി, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കേട്ടോ. അവിടെ നോക്കട്ടെ, ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ടു ദ പ്രൈമറി ഇൻ ദ ട്രാൻസ്ഫോമർ, അതായത് NS/NP എന്ന് പറഞ്ഞിരിക്കുന്നത്, വിൽ ബി സെയിം as the ratio of the voltage across the secondary to the primary VS/VP. ഇതല്ലേ ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്? VS/VP is equal to NS/NB അല്ലെങ്കിൽ NS/NP is equal to VS/VP. അത് രണ്ടും ഈക്വൽ ആണ്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. ട്രാൻസ്ഫോമറിൻ്റെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ റിലേഷനാണ് ഉപയോഗിക്കുന്നത്. ഓർത്തിരിക്കുക കേട്ടോ. ഒരു ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിലെയും പ്രൈമറിയിലെയും നമ്പർ ഓഫ് ടേൺസിൻ്റെ റേഷ്യോയും അതുപോലെ തന്നെ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ വോൾട്ടേജ് പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും വോൾട്ടേജിൻ്റെ റേഷ്യോ അല്ലെങ്കിൽ സെക്കൻഡറിയിലത്തെയും പ്രൈമറിയിലത്തെയും വോൾട്ടേജിൻ്റെ റേഷ്യോ എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. സെക്കൻഡറി ടു പ്രൈമറി വോൾട്ടേജും അതുപോലെ തന്നെ നമ്പർ ഓഫ് ടേൺസും സെക്കൻഡറി ടു പ്രൈമറി ദാറ്റ് ഈസ് ഈക്വൽ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ദിസ് റിലേഷൻ. VS/VP ഈസ് ഈക്വൽ ടു NS/NB. ഓക്കെ ആണല്ലോ? അപ്പം ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ വരുമ്പോൾ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ ഓർത്തണം കേട്ടോ. VS/VP ഈസ് ഈക്വൽ ടു NS/NB. ഇതൊന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ ടേബിളൊക്കെ ചെയ്തിട്ട്. ആ ടേബിളൊന്നും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കില്ല, ഈ ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. VS/VP ഈസ് ഈക്വൽ ടു NS/NB. ഇത് ഉപയോഗിച്ചിട്ട് പ്രോബ്ലംസ് ഒരുപാട് ചെയ്യാനുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാമേ. The question നോക്കുക. A transformer with no power loss operating at 240 volt AC supplies 12 volt to an electric bell connected to it. Calculate the number of turns in the secondary. The primary coil of the transformer has 400 turns. ഇതാണ് 240 വോൾട്ട് AC-യിൽ പ്രവർത്തിക്കുന്ന പവർ നഷ്ടമില്ലാത്ത, ഇതൊരു പോയിന്റ് ആണ് കേട്ടോ. വിത്ത് നോ പവർ ലോസ്, അത് പ്രത്യേകം ഓർത്താണ് ആ പോയിന്റ്. പവർ നഷ്ടമില്ലാതെ ഒരു ട്രാൻസ്ഫോമർ അതിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഇലക്ട്രിക് ബെല്ലിന് 12 വോൾട്ട് നൽകുന്നു. ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി കോയിൽ 400 ചുറ്റുകൾ ഉണ്ടെങ്കിൽ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഓർക്കേണ്ട ഒരു പോയിന്റ് അതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നോ പവർ ലോസ്,
പ്രത്യേകം ഓർത്തോണം കേട്ടോ. പവർ ലോസ് എന്ന് പറയുമ്പം ഓർത്തോണം പ്രൈമറിയിലത്തെ പവറിനെ നമ്മൾ പി വെച്ച് റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ പ്രൈമറിയിലത്തെ പവറിനെ പി എന്ന് കൊടുക്കാം. പ്രൈമറിയിലത്തെ പവർ തന്നെയായിരിക്കും സെക്കൻഡറിയിലത്തെ പവർ എന്ന് പറയുന്നത്. ഓട്ടെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാര്യം. നിങ്ങളെ പരീക്ഷയ്ക്ക് തെറ്റിക്കാൻ വേണ്ടി ചോദിക്കും. പ്രൈമറിയിൽ ഒരു പവർ ഇത്രയാണ്, വാട്ട് ഇസ് ദ പവർ ഓഫ് സെക്കൻഡറി എന്ന് ചോദിക്കും. കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും പോകണ്ട. പ്രൈമറിയിലത്തെ ഊർജ്ജ നഷ്ടമില്ല എന്ന് പറയുമ്പോൾ എപ്പോഴും ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ ഓർക്കണം, അവിടെ എനർജി ലോസ് ഉണ്ടാകില്ല. അപ്പോൾ പ്രൈമറിയിലത്തെ പവർ തന്നെയായിരിക്കും സെക്കൻഡറിയിലത്തെ പവർ. ഈ ഒരു കാര്യം പ്രത്യേകം ഓർത്തോണം കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്? 240 വോൾട്ട് എ സിയിലാണ് സപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ വീടുകളിലേക്ക് വരുന്ന സപ്ലൈ ഏതാണ്? 240 വോൾട്ടാണ്, അത് നമുക്കറിയാം. ദെൻ അത് പിന്നെന്താണ് കൊടുത്തിരിക്കുന്നത്? 240 സപ്ലൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് 12 വോൾട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ പ്രൈമറിയിലത്തെ വോൾട്ടേജ് എന്ന് വെച്ചാൽ വി പി ഇല്ലേ? വി പി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 240 ആണ്. എഴുതിക്കണം കേട്ടോ, 240 ആണ്. അതുപോലെ തന്നെ സെക്കൻഡറിയിലത്തെ വോൾട്ടേജ് തന്നിട്ടുണ്ട്, വി എസ് തന്നിട്ടുണ്ട്, 12 വോൾട്ട് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ്? നമ്പർ ഓഫ് ടേൺസ് എവിടത്തെയാണ്? പ്രൈമറിയിലത്തെ നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്, എൻ പി തന്നിട്ടുണ്ട് 400 അല്ലേ? 4000 അല്ലേ? 4000 ടേൺസ് എന്ന് എഴുതിയിരിക്കണം കേട്ടോ. 4000 ടേൺസ്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സെക്കൻഡറിയിലത്തെ നമ്പർ ഓഫ് ടേൺസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ എന്താണ് നമ്മുടെ ഇക്വേഷൻ ഏതാണ്? ഓർമ്മയുണ്ടോ? വി എസ് ബൈ വി പി ഇല്ലേ? വി എസ് ബൈ വി പി ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എഴുതണം കേട്ടോ. എൻ എസ് ബൈ എൻ പി ആണ് നമ്മുടെ ഇക്വേഷൻ. നമുക്ക് ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? എൻ എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? എൻ എസിലേക്ക് ഇക്വേഷൻ മാറ്റണം. നമുക്ക് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ, ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെ എഴുതാം? എൻ എസ് ഇല്ലേ? എൻ എസ് ഇൻറ്റു വി പി ഈസ് ഈക്വൽ ടു വി എസ് ഇൻറ്റു എൻ പി എന്ന് എഴുതാം. അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി എൻ എസിലേക്ക് ഇക്വേഷൻ മാറ്റാം. എപ്പോഴും ഏതാണ് കണ്ടുപിടിക്കേണ്ടത് അതിലേക്ക് ഇക്വേഷൻ മാറ്റിയതിന് ശേഷം ചെയ്യുന്നതായിരിക്കും എളുപ്പം കേട്ടോ. അപ്പം എൻ എസ് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യാം? വി എസ് ഇൻറ്റു എൻ പി ഡിവൈഡ് ബൈ ഈ വി പി ഇങ്ങോട്ട് വരും. വി എസ് എൻ പി ഡിവൈഡ് ബൈ വി പി എന്ന് വരും. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാമല്ലോ. വി എസ് ഇവിടെ തന്നിട്ടുണ്ട് 12 ആണ്. എൻ പി എത്രയാണ്? 4000 ആണ്. വി പി എത്രയാണ്? 240 ആണ്. മനസ്സിലായല്ലോ? ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്യാതെ ഇവിടെ ഇത് പോയി, ഇതാ നോക്കി, ഇവിടെ നോക്കി 2 വരും. പിന്നെ ക്യാൻസൽ ചെയ്യാമല്ലോ, ഇതും കൂടെ പോയിട്ട് 2 വരും ഇല്ലേ? പിന്നെ എത്രയാണ് വരുന്നത്? 200 എന്ന് വരും ഇല്ലേ? ഇവിടെ 0 ഉണ്ടല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 200 ടേൺസ് എഴുതണം കേട്ടോ. നമ്പർ ഓഫ് ടേൺസ് ഇല്ലേ? നമ്പർ ഓഫ് ടേൺസ് എഴുതണം കേട്ടോ. നമ്പർ ഓഫ് ടേൺസ് ഇതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി. നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി എത്രയാണ്? 200 എന്ന് വെറുതെ എഴുതിയാൽ പോരാ കേട്ടോ. 200 ടേൺസ് എന്ന് എഴുതണം. 200 ടേൺസ് അല്ലെങ്കിൽ 200 ചുറ്റുകൾ എന്ന് എഴുതണം. മനസ്സിലായല്ലോ? അപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ സ്റ്റെപ്പുകളൊക്കെ എഴുതി ചെയ്യുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ട്രാൻസ്ഫോമർ വിത്ത് നോ പവർ ലോസ് കേട്ടോ, ഓപ്പറേറ്റിംഗ് അറ്റ് ആൻ ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് 230 വോൾട്ട് ഹാസ് 120 ടേൺസ് ഇൻ ദ സെക്കൻഡറി ആൻഡ് 1200 ടേൺസ് ഇൻ ദ പ്രൈമറി. വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദ ട്രാൻസ്ഫോമർ? 230 വോൾട്ട് ഇൻപുട്ട് വോൾട്ടതയിൽ പ്രവർത്തിക്കുന്ന പവർ നഷ്ടമില്ലാത്ത ഒരു ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ 120 ചുറ്റുകളും പ്രൈമറിയിൽ 1200 ചുറ്റുകളും ഉണ്ട്. ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എല്ലായിടത്തും പവർ ലോസ് പറഞ്ഞിട്ടുണ്ട്, പവർ ലോസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്ഫോമറിന്റെ കേസിൽ പവർ ലോസ് ഉണ്ടാകിയല്ലോ കേട്ടോ, അത് ഓർത്തോണം. പവർ ലോസ് ഇല്ല എന്ന് പറയുമ്പോൾ ഇൻപുട്ടിലെ പവർ തന്നെയായിരിക്കും ഔട്ട്പുട്ടിലെ പവർ. പ്രത്യേകം നോട്ട് ചെയ്തോണം കേട്ടോ ആ ഒരു കാര്യം. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തെഴുതാം. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? പ്രൈമറിയിലത്തെ വോൾട്ടേജ് തന്നിട്ടുണ്ട് 230 ആണ് തന്നിട്ടുണ്ട്, 230 വോൾട്ട്. പിന്നെ ഇതിന് 120 ടേൺസ് ഇന്ന് സെക്കൻഡറി ആണ്. അപ്പോൾ സെക്കൻഡറിയിലത്തെ ടേൺസ് ആണ്, എൻ എസ് ആണ് തന്നിരിക്കുന്നത്. 120 ടേൺസ് എന്ന് തന്നിട്ടുണ്ട്. പിന്നെ പ്രൈമറിയിലത്തെ ടേൺസ് തന്നിട്ടുണ്ട് അല്ലേ? എൻ പിയും തന്നിട്ടുണ്ട്. 1200 ടേൺസ് എന്ന് തന്നിട്ടുണ്ട്. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്, അത് വി എസ് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ്? വി എസ് ബൈ വി പി ഈസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമുക്ക് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ കേട്ടോ. അപ്പം വി എസ് എൻ പി ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? വി പി എൻ എസ് എന്ന് വരും. നമുക്ക് വി എസ് അല്ല വേണ്ടത്. അപ്പം വി എസ് ഈസ് ഈക്വൽ ടു വി പി എൻ എസ് ഡിവൈഡഡ് ബൈ എൻ പി. മനസ്സിലായല്ലോ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി എസ് ഈസ് ഈക്വൽ ടു വി പി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 230 ആണ്. ദെൻ എൻ എസ് എത്രയാണ്? 120 ആണ്. ഡിവൈഡ് ബൈ എൻ പി 1200. ക്യാൻസൽ ചെയ്യാം, 0 പോയി, ഇതും പോയി അല്ലേ? 12 പോയി. പിന്നെ എത്രയാണ് വരുന്നത്? 23 ഇല്ലേ? 23 വോൾട്ട് വരും. അപ്പം വോൾട്ടേജ് ഇൻ ദ
അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി എന്ന് പറയാമില്ലേ, വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറിയിലത്തെ വോൾട്ടേജ് എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 23 വോൾട്ട്. മനസ്സിലായല്ലോ? അപ്പോൾ പ്രോബ്ലമൊക്കെ ശ്രദ്ധിച്ച് ചെയ്തോണം. അപ്പോൾ ഓർത്തോണം, വിത്ത് നോ പവർ ലോസ് എന്ന് പറയും. പവർ ലോസ് എന്ന് പറയുമ്പോൾ ഇൻപുട്ടിലെ പവറും ഔട്ട്പുട്ടിലെ പവറും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. പിന്നെ ട്രാൻസ്ഫോമർ വിത്ത് നോ പവർ ലോസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പവർ ഇൻ ദ പ്രൈമറി ഈസ് ഈക്വൽ ടു പവർ ഇൻ ദ സെക്കൻഡറി. ഇത് മിക്കപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ്. കുട്ടികൾ തെറ്റിച്ച് വെക്കുകയും ചെയ്യും. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? ഇൻപുട്ടിൽ ഇത്ര പവർ, ഇൻപുട്ടിൽ ഒരു 2 വാട്ട് പവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സപ്പോസ് ഇങ്ങനെ പറയും. അപ്പോൾ വാട്ട് ഈസ് എ ഔട്ട്പുട്ട് പവർ എന്ന് ചോദിക്കും. ഇൻപുട്ട് പവർ തന്നിട്ടുണ്ട്. അപ്പം വാട്ട് ഈസ് ഇത് വാല്യൂ തന്നിട്ടുണ്ട്. ഔട്ട്പുട്ട് പവർ എത്രയാണെന്ന് ചോദിക്കും. സെക്കൻഡറിയിലത്തെ പവർ എത്രയാണെന്ന് ചോദിക്കും. അപ്പോൾ പിള്ളേർ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് വെക്കും. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇൻപുട്ടിലെ പവർ തന്നെയായിരിക്കും സെക്കൻഡറിയിലത്തെ പവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രൈമറിയിലത്തെ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. അതായത് പ്രൈമറിയിലത്തെ പവർ തന്നെയായിരിക്കും സെക്കൻഡറിയിലത്തെ പവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകം നോട്ട് ചെയ്തോണം. ഇനി ട്രാൻസ്ഫോമർ നമ്മൾ ഉപയോഗിച്ചെന്നാണ് എ സിയിൽ വ്യത്യാസം വരുന്നത്. എ സി വോൾട്ടേജിൽ വ്യത്യാസം വരുന്നത് നമ്മൾ കണ്ടു ഇല്ലേ? പ്രൈമറിയിൽ ഒരു വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഏതാണോ, സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ ട്രാൻസ്ഫോമർ, അത് ഉപയോഗിച്ചിട്ട് നമ്മൾ സെക്കൻഡറിയിലും വോൾട്ടേജ് കിട്ടുന്നത് കണ്ടു. ഇപ്പം നമ്മൾ പ്രോബ്ലം ചെയ്തില്ല. എന്താ ഈ ഒരു പ്രോബ്ലം കണ്ടേ? ഇൻപുട്ടിൽ പവർ കൊടുത്തത് 230 ആണ്. ഈ ഒരു പ്രോബ്ലം നോക്കിയേ. ഇൻപുട്ടിലെ വോൾട്ടേജ് എത്രയാണ്? അതിൽ പ്രൈമറി വോൾട്ടേജ് 230 ആണ്. അല്ല, ഔട്ട്പുട്ട് കിട്ടിയുള്ള വോൾട്ടേജ് എത്രയാണ്? സെക്കൻഡറിലത്തെ വോൾട്ടേജ് 23 ആണ്. അപ്പോൾ ഇത് ഏത് തരത്തിലുള്ള ട്രാൻസ്ഫോമർ ആയിരിക്കാം? അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഏത് തരത്തിലുള്ള ട്രാൻസ്ഫോമർ ആണ്? വോൾട്ടേജ് ഇവിടെ കുറയുമല്ല ചെയ്ത്, അപ്പം സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ശരിയല്ലേ? അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. അതിൻ്റെ മുന്നത്തെ കേസിൽ എങ്ങനെയായിരുന്നു? പ്രൈമറിയിലത്തെ വോൾട്ടേജ് 240 ആണ്, സെക്കൻഡറിയിലത്തെ വോൾട്ടേജ് 12 ആണ്. അപ്പോൾ ഇവിടെയും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ഇല്ല, അപ്പം അങ്ങനെ ചോദിക്കാം കേട്ടോ. ഏത് തരത്തിലുള്ള ട്രാൻസ്ഫോമർ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്നും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അതൊക്കെ നോക്കി മനസ്സിലാക്കിക്കണം. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടാണ് എ സി വോൾട്ടേജ് വ്യത്യാസപ്പെടുന്നത് മനസ്സിലാക്കി. അങ്ങനെ ആവുകയാണെങ്കിൽ കറണ്ടിന് എന്ത് സംഭവിക്കും? ഇൻപുട്ടിലും അല്ലെങ്കിൽ പ്രൈമറിയിലും കറണ്ട് ഉണ്ട് ഇല്ലേ? പ്രൈമറിയിലത്തെ കറണ്ടിനെ നമ്മൾ IP എന്ന് റെപ്രസെന്റ് ചെയ്തില്ലായിരുന്നോ? സെക്കൻഡറിയിലത്തെ കറണ്ടിനെ IS എന്ന് റെപ്രസെന്റ് ചെയ്തു. അപ്പോൾ വോൾട്ടേജ് വ്യത്യാസം വരുമ്പോൾ കറണ്ടിന് അവിടെ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. മനസ്സിലായല്ലോ? ഇതാ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു അപ്ലയൻസ്, അപ്ലയൻസ് കണക്റ്റഡ് ടു എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ നമ്മൾ ഓർത്തോണം എങ്ങനെയാണ്? പ്രൈമറിയിലത്തെ വോൾട്ടേജ് ആയിരിക്കും കൂടുതൽ, സെക്കൻഡറിയിൽ എങ്ങനെയാണ്? വോൾട്ടേജ് കുറവായിരിക്കും അല്ലേ? ഓപ്പറേറ്റിംഗ് അറ്റ് 200 വോൾട്ട് കൺസ്യൂംസ് 1000 വാട്ട് ഓഫ് പവർ. സപ്പോസ് 100 വോൾട്ട് ഈസ് ഒബ്റ്റൈൻഡ് അക്രോസ് ഇറ്റ് സെക്കൻഡറി. ഇല്ലേ, നമ്മൾ പറഞ്ഞു VP എന്ന് പറഞ്ഞിരിക്കുന്നത് 200 ആണ് ഇവിടെ വന്നപ്പം ഇല്ലേ? അതായത് VS എന്ന് പറഞ്ഞപ്പോൾ എത്ര കിട്ടി? 100 എന്ന്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ക്ലിയർ ആയല്ലോ? പവർ എങ്ങനെയാണ്? 100 വാട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, പ്രൈമറിയിലത്തെ പവർ ഈസ് ഈക്വൽ ടു സെക്കൻഡറിയിലത്തെ പവർ ആണ്. രണ്ടിടത്തെയും പവർ ഈക്വൽ ആണ്. പവറിന്റെ ഇക്വേഷൻ ഏതാ? നമ്മൾ പഠിച്ചിട്ടില്ലേ? പവറിന്റെ ഇക്വേഷൻ ഏതാ? V × I അല്ലേ? അപ്പോൾ പ്രൈമറിയിലത്തെ പവറിനെ നമുക്ക് എങ്ങനെ എഴുതാം? P എന്ന് എഴുതാം. സപ്പോസ് P എന്ന് എഴുതുകയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എങ്ങനെ എഴുതും? വോൾട്ടേജ് ഇൻ പ്രൈമറി, കറണ്ട് ഇൻ പ്രൈമറി. അപ്പോൾ സെക്കൻഡറിയിലത്തെ പവർ PS എന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് ഇൻ സെക്കൻഡറി, കറണ്ട് ഇൻ സെക്കൻഡറി. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെ എഴുതാം. അപ്പോൾ പവർ ഇൻ പ്രൈമറിയിലത്തെയും പവർ ഇൻ സെക്കൻഡറിയിലത്തെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ അതാ ഇതിൽ നിന്ന് നമുക്ക് പ്രൈമറിയിലത്തെ കറണ്ട് കണ്ടുപിടിക്കാമല്ലോ. പ്രൈമറിയിലത്തെ കറണ്ട് അതുപോലെ സെക്കൻഡറിയിലത്തെ കറണ്ടും നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാമല്ലോ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമുക്ക് പ്രൈമറിയിലത്തെ കറണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? IP ഇല്ലേ? IP ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? PP ഡിവൈഡ് ബൈ VP എന്ന് എഴുതാം. രണ്ടും ഇവിടെ തന്നിട്ടുണ്ട്. പവർ എന്ന് വെച്ചാൽ പ്രൈമറിയിലത്തെ എത്രയാണ്? 1000 ആണ് വരുന്നതല്ലേ? അതുപോലെ പ്രൈമറിയിലത്തെ വോൾട്ടേജ് എത്രയാണ് തന്നിരിക്കുന്നത്? 200 എന്നും തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ എത്രയാണ് കിട്ടുന്നത്? അതാ പോയിട്ട് 5 വരും ഇല്ലേ? ഇവിടെ എത്ര? 5 വരും. അതായത് പ്രൈമറിയിലത്തെ കറണ്ട് എന്ന് പറഞ്ഞാൽ 5 ആംപിയർ എന്നാണ് വരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡറിയിലത്തെ നമുക്ക് കറണ്ടും കണ്ടുപിടിക്കാമല്ലോ. IS ഇല്ലേ? IS ഈസ് ഈക്വൽ ടു PS ഡിവൈഡ് ബൈ VS. അപ്പം പവർ സെക്കൻഡറിയിലത്തെ 1000 തന്നെയാണ്. VS എന്ന് പറഞ്ഞിരിക്കുന്നത് 100 ആണെന്ന് തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ എത്ര വരും? 10 ഇല്ലേ? 10 ആംപിയർ എന്ന് കിട്ടി. അതായത് സെക്കൻഡറിയിലത്തെ കറണ്ട് എന്ന് വെച്ചാൽ 10 ആംപിയർ. ഇതാ നോക്കിയേ, പ്രൈമറിയിലത്തെ കറണ്ട് എത്രയാണ്? 5 ആംപിയർ ആണ്. സെക്കൻഡറിയിലത്തെ കറണ്ട് എത്രയാണ്? 10 ആംപിയർ ആണ്. വോൾട്ടേജ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? നമുക്ക് അതൊന്ന് എഴുതാം ഇല്ലേ? വോൾട്ടേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രൈമറിയിലത്തെ വോൾട്ടേജ് VP 200 ആണ് ഇല്ലേ? 200 വോൾട്ട് ആണ്. ദെൻ സെക്കൻഡറിയിലത്തെ വോൾട്ടേജ് എന്ന് വെച്ചാൽ 100 ഇല്ലേ? 100 ആണ്. ദെൻ പ്രൈമറിയിലത്തെ കറണ്ട് IP നമുക്കിവിടെ എത്ര കിട്ടി? 5 ആംപിയർ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ സെക്കൻഡറിയിലത്തെ കറണ്ട് IS എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 10 ആംപിയർ ആണ് വന്നിരിക്കുന്നത്. അതാ നോക്കിയാൽ റിലേഷൻ നോക്കിയാൽ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? സെക്കൻഡറിയിലത്തെ വോൾട്ടേജ് കുറഞ്ഞു. വോൾട്ടേജ് കുറഞ്ഞപ്പോൾ ഇവിടെ എന്താണ്? കറണ്ട് കൂടി
അല്ലേ? വോൾട്ടേജ് കുറഞ്ഞപ്പോൾ സെക്കൻഡറിയിലത്തെ വോൾട്ടേജ് കുറവല്ല, അപ്പം വോൾട്ടേജ് കുറഞ്ഞപ്പോൾ എന്താണ് കറണ്ടിനവിടെ മാറ്റം സംഭവിച്ചത്? കറണ്ട് അവിടെ കൂടുകയാണ് ചെയ്തത്, ഇല്ല? അപ്പോൾ വോൾട്ടേജ് വ്യത്യാസം വരുമ്പോൾ കറണ്ടിന് എന്ത് വ്യത്യാസം വരും? കറണ്ടിനും അവിടെ മാറ്റം വരും. മനസ്സിലായല്ലോ? വോൾട്ടേജ് വ്യത്യാസം വന്നപ്പോൾ കറണ്ടിനും അവിടെ മാറ്റം വരും. കണ്ടില്ലേ? ഇതാ നോക്കിയേ, ഇവിടെ 5 ആംപിയർ 10 ആംപിയർ എന്ന് വന്നു. അപ്പം വോൾട്ടേജ് വ്യത്യാസം വരുവാണെന്നുണ്ടെങ്കിൽ കറണ്ട് എന്ത് മാറ്റമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? അതല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. വെൻ എ ട്രാൻസ്ഫോമർ യൂസ്ഡ് ടു ചേഞ്ച് ദ AC വോൾട്ടേജ് ഡസ് എ കറണ്ട് ചേഞ്ച്. കറണ്ട് ചേഞ്ച് വരുമോ? കറണ്ടിന് ചേഞ്ച് വരും. എങ്ങനെയാണ്? വോൾട്ടേജ് കൂടുവാണെന്നുണ്ടെങ്കിൽ, അല്ലേ? ഇവിടെ വോൾട്ടേജ് ഇവിടെ എങ്ങനെയാണ്? ഇവിടെ വോൾട്ടേജ് കുറഞ്ഞു, അപ്പോൾ എങ്ങനെയാണ്? കറണ്ട് ഇവിടെ കൂടി. ഇവിടെ എങ്ങനെയാണ്? വോൾട്ടേജ് കൂടുതലാണ്, അപ്പോൾ എങ്ങനെയാണ്? കറണ്ട് അവിടെ കുറഞ്ഞു. മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. റൈറ്റ് ഡൗൺ ദ ചേഞ്ച് ദാറ്റ് ഒക്കേഴ്സ് ഇൻ ദ കറണ്ട് വെൻ ദ വോൾട്ടേജ് ഡിക്രീസസ്. വോൾട്ടേജ് കുറയുമ്പോൾ കറണ്ട് എന്ത് സംഭവിക്കും? കറണ്ട് അവിടെ കൂടും, അല്ലേ? വാട്ട് ഹാപ്പൻസ് ടു ദ കറണ്ട് വെൻ ദ വോൾട്ടേജ് ഇൻക്രീസസ്. വോൾട്ടേജ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? കറണ്ട് അവിടെ കുറയുവാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുള്ള പറഞ്ഞത്. അപ്പോൾ ഒരു ട്രാൻസ്ഫോമറിന്റെ കേസിൽ AC വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് എന്താണ്? കറണ്ടിനും വ്യത്യാസം വരുന്നുണ്ട്. വോൾട്ടേജ് കൂടുവാണെന്നുണ്ടെങ്കിൽ കറണ്ട് കുറയും, അല്ലേ? അപ്പം വോൾട്ടേജ് കുറയുവാണെന്നുണ്ടെങ്കിൽ കറണ്ട് അവിടെ കൂടുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏത് ട്രാൻസ്ഫോമർ ആണ്? ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണല്ലോ, അല്ലേ? സെക്കൻഡറിയിൽ വോൾട്ടേജ് കുറവല്ലേ? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ കേസിൽ പ്രൈമറിയിൽ എങ്ങനെയാണ്? കറണ്ട് അവിടെ കുറവായിരിക്കും, സെക്കൻഡറിയിൽ കറണ്ട് കൂടുതലായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. പ്രൈമറിയിലത്തെയും സെക്കൻഡറിയിലത്തെയും കറൻറ്റും കേട്ടോ. സ്റ്റെപ്പ് ഡൗണിൻ്റെ കേസിലും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ കേസിലും പ്രൈമറിയിലത്തെയും സെക്കൻഡറിയിലത്തെയും കറൻറ്റും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ ആണല്ലോ? ആ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെക്കൻഡറി വോൾട്ടേജ് ഓഫ് എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ വിൽ ബി ഹയർ. Secondary higher than its primary voltage, and the secondary current will be lower than its primary. The secondary voltage of a step down transformer will be lower than its primary voltage, and secondary current will be higher. മനസ്സിലായല്ലോ എഴുതിയിരിക്കുന്നത്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി വോൾട്ടേജ് പ്രൈമറിയിലെ അപേക്ഷിച്ച് കൂടുതലും അതുപോലെ കറണ്ട് കുറവുമായിരിക്കും. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി വോൾട്ടേജ് പ്രൈമറിയിലേതിനേക്കാൾ കുറവും കറണ്ട് കൂടുതലുമായിരിക്കും. മനസ്സിലായല്ലോ? അപ്പം സ്റ്റെപ്പ് അപ്പിനാണെങ്കിൽ നമുക്കറിയാം വോൾട്ടേജ് കൂടുകയാണ്. സ്റ്റെപ്പ് അപ്പിന്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ VP VS ഇവിടെ എങ്ങനെയാണ്? വോൾട്ടേജ് കൂടുകയാണ് ചെയ്യുന്നത്. സ്റ്റെപ്പ് ഡൗണിന്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? വോൾട്ടേജ് ഇവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ നോക്കിയേ, സ്റ്റെപ്പ് അപ്പിന്റെ കേസിൽ വരുമ്പം എന്താണ് സംഭവിക്കുന്നത്? സെക്കൻഡറി വോൾട്ടേജ്, അല്ലേ? സെക്കൻഡറി വോൾട്ടേജ് ഇത് പ്രൈമറിയിലെ അപേക്ഷിച്ച് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ എങ്ങനെയായിരിക്കും? കറണ്ട് കുറവായിരിക്കും. ഇവിടെ എങ്ങനെയാണ്? കറണ്ട് സെക്കൻഡറിയിലത്തെ കറണ്ട് അവിടെ എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ഇവിടെ വരുമ്പോൾ എങ്ങനെയാണ്? സെക്കൻഡറിയിലത്തെ കറണ്ട് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ഇത് ഓർക്കുക, സ്റ്റെപ്പ് അപ്പ് ആണ് കേട്ടോ. ഇത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. ഇത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അതാണ് ഇവിടുത്തെ റിലേഷൻ ഉണ്ട് കേട്ടോ. VP × IP = VS × IS എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് എഴുതാം IP/IS = VS/VP. ഉണ്ടല്ലോ, IP/IS = VS/VP എന്ന് എഴുതാം. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് ടേൺസുമായിട്ട് റിലേഷൻ കണ്ടില്ലായിരുന്നു. അപ്പം അതും കൂടെ കണക്ട് ചെയ്ത് നമ്മൾ എഴുതുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? VS/VP = എങ്ങനെയാണ്? NS/NP എന്ന് നമ്മൾ കണ്ടായിരുന്നു, ഇല്ലേ? ദാറ്റ് ഓൾസോ = VS/VP എന്തിനോട് ഈക്വൽ ആണ്? IP/IS ഈക്വൽ അല്ലേ? അപ്പം നമുക്ക് അങ്ങനെ എഴുതാം. ദാറ്റ് ഓൾസോ = IP/IS. ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ ഈ 3 കേട്ടോ ഈക്വേഷൻ ഉണ്ടല്ലോ, ഇത് 3 വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസും കറൻറ്റും ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ ഓർത്ത് വെക്കുക കേട്ടോ. VS/VP ദെൻ = NS/NP ആണ്. കറണ്ട് കേസ് വരുമ്പോൾ നേരെ തിരിച്ചു വരും, IP/IS ആണ് ഓർത്തിരിക്കുക. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് നോക്കാം. കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ കണ്ടല്ലോ. ഇൻ എ ട്രാൻസ്ഫോമർ വിത്ത് നോ പവർ ലോസ്, ഐഡിയൽ ട്രാൻസ്ഫോമർ ആണ്. The primary has 3000 turns and the secondary has 150 turns. The primary voltage is 120 volt and the current is 0.1 ampere. Calculate the secondary voltage and current. മനസ്സിലായല്ലോ? പവർ നഷ്ടമില്ലാത്ത ഒരു ട്രാൻസ്ഫോമറിലെ പ്രൈമറിയിൽ 3000 ചുറ്റുകളും സെക്കൻഡറിയിൽ 150 ചുറ്റുകളും ഉണ്ട്. പ്രൈമറിയിലെ വോൾട്ടത 120 വോൾട്ടാണ്. കറണ്ട് 0.1 ആംപിയർ ആണ്. സെക്കൻഡറിയിലെ വോൾട്ടതയും കറണ്ടും കണ്ടുപിടിക്കണം, അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടില്ലേ? നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി തന്നിട്ടുണ്ട് 3000, അല്ലേ? 3000 ടേൺസ് തന്നിട്ടുണ്ട്. സെക്കൻഡറിയിലത്തെ തന്നിട്ടുണ്ട്, അല്ലേ? നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി എന്ന് വെച്ചാൽ 150 ആണ്. 150 ടേൺസ് തന്നിട്ടുണ്ട്.
പ്രൈമറി വോൾട്ടേജ് വി പി തന്നിട്ടുണ്ട് 120 വോൾട്ടാന്ന് തന്നിട്ടുണ്ട്. അതുപോലെ പ്രൈമറിയിലത്തെ കറണ്ടും തന്നിട്ടുണ്ട്, അത് ഐ പി തന്നിട്ടുണ്ട്, 0.1 ആംപിയറും തന്നിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കണം? സെക്കൻഡറിയിലെ വോൾട്ടേജ് വി എസും കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ എന്താണ് സെക്കൻഡറിയിലെ കറണ്ട് ഐ എസും നമുക്ക് അവിടെ കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ആദ്യമേ സെക്കൻഡറിയിലത്തെ വോൾട്ടേജ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് സെക്കൻഡറിയിലത്തെ വോൾട്ടേജ് കണ്ടുപിടിക്കാം. ഇക്വേഷൻ വി എസ് ബൈ വി പി ഈസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി ആണ് നമ്മുടെ ഇക്വേഷൻ. ഔത്തിൽ ഏതാണ്? വി എസ് കണ്ടുപിടിക്കണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. വി എസ് എൻ പി ഈസ് ഈക്വൽ ടു വി പി എൻ എസ് എന്ന് എഴുതാം. അതിൽ വി എസ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? വി പി എൻ എസ് ഡിവൈഡ് ബൈ എൻ പി. മനസ്സിലായല്ലോ? വി പി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 120 ആണ്. എൻ എസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 150 ആണ്. എൻ പി എന്ന് പറഞ്ഞിരിക്കുന്നത് 3000 ആണ്. അപ്പം ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ക്യാൻസൽ ചെയ്യട്ടോ. 15 ഉണ്ട്, ഇവിടെ നമുക്ക് 2 എഴുതാം. ദെൻ ഇതൊന്നും കൂടെ ക്യാൻസൽ ചെയ്യാം, 6 വരും ഇല്ലേ? അപ്പോൾ എത്രയാണ്? 6 വോൾട്ട് എന്ന് വരും. അതായത് വി എസ് നമുക്ക് അവിടെ കിട്ടി. സെക്കൻഡറിയിലത്തെ വോൾട്ടേജ് എത്രയാണ്? 6 വോൾട്ട് ആണ്. മനസ്സിലായല്ലോ? ഇനി എന്താണ്? സെക്കൻഡറിയിലത്തെ കറണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? സെക്കൻഡറിയിലത്തെ കറണ്ട് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ എന്താണ്? വോൾട്ടേജും കറണ്ടും നമ്മൾ റിലേഷൻ കണ്ടായിരുന്നല്ലോ. അതായത് എങ്ങനെയാണ്? വി എസ് ബൈ വി പി ഈസ് ഈക്വൽ ടു ഇവിടെ ഓർത്തണം ഐ എസ് അല്ല ഐ പി ആണ് കേട്ടോ. ഐ പി ബൈ ഐ എസ് ആണ് നമ്മുടെ ഇക്വേഷൻ. മറ്റേ പോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഐ എസ് കണ്ടുപിടിക്കാം. അപ്പോൾ എങ്ങനെയാണ്? വി എസ് ഇൻറ്റു ഐ എസ് ഈസ് ഈക്വൽ ടു വി പി ഇൻറ്റു ഐ പി എന്ന് എഴുതാം. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താണ് കേട്ടോ. നമുക്ക് ഐ എസ് അല്ലേ വേണ്ട, അപ്പോൾ ഐ എസിലേക്ക് ഇക്വേഷനെ മാറ്റുക. ഐ എസ് ഈസ് ഈക്വൽ ടു വി പി ഐ പി ഡിവൈഡ് ബൈ വി എസ്. ദറ്റ് ഈസ് ഐ എസ് ഈസ് ഈക്വൽ ടു വി പി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? വി പി ഇവിടെ തന്നിട്ടുണ്ട് 120 ആണെന്ന് തന്നിട്ടുണ്ട് ഇല്ലേ? ഐ പി എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നിട്ടുണ്ട് 0.1 ആണെന്ന് തന്നിട്ടുണ്ട്. ഡിവൈഡ് ബൈ ഏതാണ്? വി എസ് നമുക്ക് ഇവിടെ കിട്ടിയ എത്രയാണ്? 6 വോൾട്ട് ആണ്. ഓക്കെ ആണല്ലോ? ക്യാൻസൽ ചെയ്യാം. എന്താ ഇവിടെ നോക്കിയേ, ഇവിടെ എത്രയാണ്? 2 വരും. അപ്പം 20 ഇൻറ്റു ഇല്ലേ? 20 ഇൻറ്റു 0.1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 2 ആംപിയർ അല്ലേ? കറണ്ട് എത്ര വന്നു? സെക്കൻഡറിയിലത്തെ കറണ്ട് എത്രയാണ്? 2 ആംപിയർ എന്ന് വന്നു. മനസ്സിലായല്ലോ? അപ്പം ഇത്തരത്തിലുള്ള പ്രോബ്ലം ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ട്രാൻസ്ഫോമർ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ഷുവർ ആണ്. ഇത് ചോദിക്കും. നിങ്ങൾ കൃത്യമായിട്ട് കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുക. ഇത് വലിയ ടഫായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. വെറുതെ മാത്സിലെ കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്ത് ഇക്വേഷനിലേക്ക് ആക്കുക. ചുമ്മാ മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. ഒരുപാട് ആലോചിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കൃത്യമായിട്ട് ചെയ്ത് പഠിച്ചോണം. ഫുൾ മാർക്ക് കിട്ടുന്നതാണ് കേട്ടോ. യൂണിറ്റും കാര്യങ്ങളൊക്കെ എഴുതി ചെയ്തുമൊക്കെ പഠിക്കുക. അപ്പോൾ മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ട്രാൻസ്ഫോമറിൽ എങ്ങനെയാണ് വോൾട്ടേജ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ റിലേഷൻ കേട്ടോ, നമ്മൾ ഈ ടേബിളൊക്കെ കണ്ടത് ആ റിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഈ റിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് വി എസ് ബൈ വി പി ഈസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി. ആ റിലേഷനാണ്. ദാറ്റ് ഓൾസോ ഇല്ലേ? ദാറ്റ് ഓൾസോ ഈസ് ഈക്വൽ ടു ഏതാണ്? ഐ പി ബൈ ഐ എസ്. പ്രത്യേകം ഓർത്തോണം. ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. പ്രൈമറിയിൽ പവർ ലോസ് ഇല്ല. അതായത് പ്രൈമറിയിലത്തെ പവർ തന്നെയായിരിക്കും സെക്കൻഡറിയിലത്തെ പവറും. പ്രത്യേകം നോട്ട് ചെയ്ത് തന്നെ പഠിച്ചോണം. കാരണം ഇത് തെറ്റിക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ ചോദിക്കും. പവർ ഇൻ പ്രൈമറി ദാറ്റ് ഓൾസോ ഈസ് ഈക്വൽ ടു പവർ ഇൻ സെക്കൻഡറി. സെയിം പവർ തന്നെയായിരിക്കും. പിന്നെ റിലേഷൻ കറണ്ടുമായിട്ടുള്ള വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസും കറൻറ്റുമായിട്ടുള്ള റിലേഷൻ. ഈ റിലേഷൻ ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളുക. പ്രോബ്ലം ചെയ്യാനും അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് വോൾട്ടേജിനനുസരിച്ചിട്ട് കറണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസും ഇല്ലേ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലം സെക്ഷനാണ്. ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കുക, എന്നിട്ട് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റിലൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്